ശ്രീ രഘുനാഥ്, യഥാർത്ഥത്തിൽ ഇറാനുമേൽ വലിയ രീതിയിലുള്ള സൈനിക ശേഷി പ്രയോഗിക്കാൻ കഴിയുന്ന രാജ്യമാണ് അമേരിക്കയും ഇസ്രയേലും. ഒരു തർക്കവുമില്ല കാര്യത്തിൽ. സൈനിക ശക്തിയിൽ അവർ തന്നെയാണ് മുന്നിൽ. ഇത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ട് ഇങ്ങനെ തിരിച്ചടിക്കുമെന്നറിഞ്ഞിട്ടും ഇറാൻ ഇത്തരമൊരു തിരിച്ചടി യഥാർത്ഥത്തിൽ അറിയാതെ പോയതാണോ? എന്ത് തരത്തിലുള്ള ഒരു സൈനിക പ്രയോഗമാണ്? 30 ബോംബുകൾ തങ്ങൾ അവിടെ വർഷിച്ചു എന്ന കാര്യം അമേരിക്ക തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അത്തരമൊരു സൈനിക നീക്കമാണ് നടത്തിയെന്ന കാര്യത്തിൽ എന്ത് സൈനിക നീക്കമാണ് യഥാർത്ഥത്തിൽ അയത്തുള്ള ഖമേനിയുടെ ജീവനെടുത്തത്? ഇറാന്റെ ഒരു ചെറിയൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്ക ഇറാന്റെ ആണവായുധ ശേഖരങ്ങൾ നശിപ്പിക്കാനായിട്ട് GBU-57 എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. അപ്പൊ അത് ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടും അവർക്ക് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ ആണവായുധങ്ങളെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കാനോ സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ കഴിവുകളെ ഇറാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ ഇവിടെ നടത്തിയ നീക്കം എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്ലാൻഡ് ആയിട്ടുള്ള, അപ്പൊ അന്ന് അമേരിക്ക പെട്ടെന്ന് കയറി നടത്തിയ ഒരു ആക്രമണമായിരുന്നു ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ. പക്ഷെ ഇവിടെ ഖമേനി എന്ന് പറയുന്നത് അവർക്ക് നിർബന്ധമായിട്ട് നേരത്തെ മുതൽ ഇവരുടെ ടാർഗറ്റാണ്. നാളുകളായിട്ട് ഇവർ സിഗ്നൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടും സാറ്റലൈറ്റ് മാപ്പിംഗ് ഉപയോഗിച്ചിട്ടും അതുപോലെയുള്ള സകലമാന സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് ഖമേനിയുടെ സകല നീക്കങ്ങളെയും ഇവർ നിരീക്ഷിച്ചുകൊണ്ടായിരുന്നത് മാസങ്ങളായിട്ട്. ഒരുപക്ഷെ നമുക്ക് വേണേൽ പറയാം വർഷങ്ങളായിട്ട് തന്നെ ഇവർ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നത്. അത് മാത്രമല്ല, ഇറാന്റെ നേരത്തെ തന്നെ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇറാന്റെ സൈനിക മേധാവിത്വത്തിന്റെ ഉള്ളിൽ പോലും ഇസ്രായേലി ചാരന്മാർ ധാരാളമായിട്ടുണ്ട്. അതായത് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഇവര് ചാരന്മാരായിട്ട് വെച്ചിട്ട് അവിടുത്തെ ഓരോ നീക്കങ്ങൾ ഇവർക്ക് നേരത്തെ കൂട്ടി അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് ഇവർ വളരെ കൃത്യമായിട്ട് 100% ഉറപ്പ് വരുത്തി ഖമേനി അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത്. അതിനിടയ്ക്ക് ഇറാനിൽ നിന്ന് തന്നെ അവർ ന്യൂസുകൾ ലീക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഖമേനി നോർത്തേൺ ഇറാനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് 2 മാസം മുമ്പ്, അല്ലെങ്കിൽ റഷ്യയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം നമ്മളെല്ലാം കേട്ടതാണ്. അപ്പൊ അത് ഇറാന്റെ തന്നെ ഒരു കൺഫ്യൂസിങ് ഒരു എന്താ പറയാ ഒരു അവരെ കൺഫ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു നടപടിയായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. എന്നിരുന്നാലും ഈ ഖമേനിയുടെ നീക്കങ്ങളെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കും അറിയാമായിരുന്നു അയാൾ എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത്. ഖമേനിയെ വധിക്കുക എന്നുള്ളത് ഇവർക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാരണമായിരുന്നു. അതിന്റെ കാരണത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പൊ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൃത്യമായിട്ട് ആ സ്പോട്ട് ചെയ്തതിന് ശേഷം ആദ്യം അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ആരംഭിക്കുക പാതിരാത്രിക്കാണ്. ഒരു മണി 2 മണി 3 മണി സമയത്തൊക്കെയാണ്. കാരണം ആ സമയത്തായിരിക്കും ആൾക്കാരുടെ ആ ഒരു വിജിലൻസ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയം. ആ സമയത്താണ് യൂഷ്വലി ആക്രമണം നടത്തുക. അപ്പൊ ഇറാനും തീർച്ചയായിട്ടും പകലൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ഒരു വെള്ളിയാഴ്ചയായിരിക്കും ആക്രമണം തുടങ്ങുക. റമദാൻ നോമ്പിന്റെ സമയത്താണെങ്കിൽ ഈ മുസ്ലാമിക രാജ്യങ്ങളെ ഇവർ ആക്രമിക്കുന്ന കൂടുതലും വെള്ളിയാഴ്ചയാണ്. അത് അവരുടെ പുണ്യ ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച ആക്രമിക്കുന്നത് സൈക്കോളജിക്കലി ഇവരെ ഒന്ന് സപ്രസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അതിന്റെ പുറകിലുണ്ട്. അപ്പം ആ ഒരു വെള്ളിയാഴ്ചയും കൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഇവർ ആശ്വസിച്ചിട്ടുണ്ടാവും ഒരാഴ്ചത്തേക്ക് സേഫ് ആണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാം കൂടെയാണ് ഈ ശനിയാഴ്ച എന്ന് പറയുന്ന ദിവസം അവർ തെരഞ്ഞെടുക്കുന്നതും ഒരു പകല് തെരഞ്ഞെടുക്കുന്നതും. 100% അപ്രതീക്ഷിതമായ ഒരു സമയത്ത് ഒരു ആക്രമണം നടത്തുമ്പോൾ പെട്ടെന്ന് ഖമേനിയെ ബങ്കറിലേക്ക് മാറ്റാനോ അവിടെ നിന്ന് മാറ്റാനോ ഇവർക്കുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള സമയം ലഭിച്ചിട്ടില്ല. അങ്ങനെ അവര് 30-ലധികം ബോംബുകൾ അവിടെ വർഷിച്ചു എന്ന് പറയുമ്പോൾ ഈ ബോംബുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ ബോംബുകളല്ല, അത് ബങ്കർ ബസ്റ്റിംഗ് ഡീപ് പെനിട്രേഷൻ കേപ്പബിലിറ്റി ഉള്ള ബോംബുകളാണ് വർഷിച്ചിരിക്കുന്നത്. അതായത് അവിടെ എവിടെയുണ്ടെങ്കിലും കൃത്യമായിട്ട് തന്നെ ഖമേനി കൊല്ലപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അങ്ങനെ വളരെ ശക്തമായിട്ടും വളരെ സൈക്കോളജിക്കലായിട്ടും സായുധപരമായിട്ടും ഇന്റലിജൻസ് പരമായിട്ടും എല്ലാം അങ്ങേയറ്റം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇവർ നടത്തിയിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇത് യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഒരു രാജ്യത്തിന് മേൽ കടന്നാക്രമിച്ച് അതിൻ്റെ പരമോന്നത നേതാവിനെ വധിച്ചു എന്ന് പറയുമ്പോൾ അത് സുപ്രധാനമായ സൈനിക നീക്കമാണ്. ഇതിൽ യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്നുള്ള ഈ സൈനിക നീക്കം ആരംഭിച്ചിട്ട് ചുരുങ്ങിയ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ അതിനുള്ളിൽ തന്നെ അവരുടെ തന്ത്രപ്രധാനമായ വ്യക്തിയെ തന്നെ വധിക്കാൻ അവർക്ക് സാധിക്കുന്നു. അപ്പോൾ പിഴച്ചത് ഒരുപക്ഷെ ഇറാന് ഈ നീക്കത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയതിൻ്റെ ഒരു പിഴവ് കൂടിയാണോ യഥാർത്ഥത്തിൽ ഇത്ര വേഗത്തിൽ അയത്തുള്ള ഖമേനിയുടെ ജീവനെടുക്കാൻ കാരണമായത്? ഇവിടെ എനിക്ക് തോന്നുന്നത് ഇറാനെ പിഴച്ചു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇറാൻ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു,
ധാരാളമായിട്ട് ആയുധങ്ങൾ ചൈനയിൽ നിന്നൊക്കെ ആയിട്ട് ഇറാനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇറാൻ ബങ്കറുകളിലും എല്ലാം ഇവരുടെ സംവിധാനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ഇവരുടെ മിസൈലുകളെ എല്ലാം അവർ ഓപ്പൺ സ്പേസിൽ നിന്ന് മാറ്റി അണ്ടർഗ്രൗണ്ട് സൈലോസിലേക്ക് മാറ്റിയിരുന്നു. ഇത്രയധികം പ്രിപ്പറേഷൻസ് ഇറാൻ നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണം ഇത്രയധികം പ്രിപ്പറേഷൻസ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും നടക്കുമ്പോൾ തീർച്ചയായിരുന്നു ഇത് നടക്കുമെന്നുള്ളത്. അവർ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ പറ്റിയെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്, ഇസ്രായേലും അമേരിക്കയും കൂടെ ഇവരെ ഔട്ട്സ്മാർട്ട് ചെയ്തു, ഇറാനെ ഔട്ട്സ്മാർട്ട് ചെയ്തു. അതായത് രണ്ട് ടീമുകൾ തമ്മിൽ കളിക്കുമ്പോൾ രണ്ടുപേരും നന്നായിട്ട് കളിച്ചെങ്കിൽ ഒരു ടീം വിജയിക്കുന്നുണ്ടെങ്കിൽ ആ വിജയിച്ച ടീം മറ്റേ ടീം മോശമായതുകൊണ്ടല്ല, ആ സമയത്ത് അവരെ ഔട്ട്സ്മാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇത് ശക്തമായ പ്ലാനിങ്ങിലൂടെയും അതുപോലെ തന്നെ ഇന്റലിജൻസ് നെറ്റ്വർക്കിലൂടെയും ഇവർ സാധിച്ചിട്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു യുദ്ധം എന്ന് പറയുന്നത് ആയുധബലമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടും ഇൻഫർമേഷനാണ്. ആദ്യം ആർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നോ അവർക്ക് മേൽക്കോയ്മ ഉണ്ടെന്നുള്ളത് വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളത് കണ്ടതാണ്. ആ ഇൻഫർമേഷന്റെ വാല്യൂ അതെല്ലാ കാലത്തും ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇറാന്റെ പരാജയമല്ല അത്. തീർച്ചയായിട്ടും ഇവര് ഇറാനെ ഔട്ട്സ്മാർട്ട് ചെയ്തു, അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇവിടെ ഒരു രാഷ്ട്രത്തലവനെ വധിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തലവനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമായിരുന്നില്ലല്ലോ അവിടെ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ എന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ട് വളരെ നന്നായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന, എല്ലാ സ്വാതന്ത്ര്യമുള്ള, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള, ഇങ്ങേറ്റം പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഒരു കാലത്ത്. പിന്നീട് ഈ ഷായുടെ ഭരണകൂടത്തെ തൂത്തെറിഞ്ഞിട്ട്, അന്ന് ഈ അമേരിക്കൻ ചേരിയിലായിരുന്നു ഷായുടെ ഭരണകൂടം. ഇപ്പോഴും അവരുടെ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള F-14 യുദ്ധവിമാനങ്ങൾ ഇറാന്റെ കയ്യിലുണ്ട്. അതെങ്ങനെ വന്നതാണ്? അന്നത്തെ കാലത്ത് അമേരിക്കൻ ചേരിയിലായിരുന്ന സമയത്ത് അമേരിക്ക കൊടുത്തിട്ടുള്ള യുദ്ധവിമാനങ്ങളാണ് F-14 യുദ്ധവിമാനങ്ങൾ. അപ്പൊ അതുപോലെ ഉപയോഗിച്ച് അത്രയും നല്ലതായിട്ട് ഇരുന്നിടത്തു നിന്നാണ് ഇവർ ഈ ആയത്തുള്ള ഖമേനി അധികാരം പിടിച്ചെടുക്കുന്നതും പിന്നീട് ഖമേനിയിലേക്ക് വരുന്നതും അങ്ങനെ വന്നിട്ട് അമേരിക്കയുടെ ശത്രുവായിട്ട് മാറുന്നതും. അമേരിക്കയുടെ ശത്രുവായിട്ട് മാറി എന്നുള്ളത് മാത്രമല്ല ഇവിടെ വിഷയം. 1948 മുതൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതൽ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ ഒരുപാട് പേർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഫാക്ട് ആണ്. ഇറാൻ ചാടി വീഴുന്നത്, ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ വർഷം നടന്ന ഒരു ആക്രമണം അല്ലാതെ നേരിട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല. ഇന്ത്യയെ എങ്ങനെയാണോ പാകിസ്ഥാൻ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നത് അതിലൊക്കെ ഭീകരമായിട്ടായിരുന്നു ഇസ്രായേലിനെ ഇറാൻ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നത്. 20-ലധികം പ്രോക്സി തീവ്രവാദി ഗ്രൂപ്പുകളെയാണ് ഇറാൻ സൃഷ്ടിച്ചു വെച്ചിരുന്നത്. അത് ഏറ്റവും കൂടുതൽ അവർ ആക്രമണം നടത്തി ഷിയ സുന്നി വിഷയങ്ങളുണ്ട്. അപ്പം ഇവര് ഷിയ വിഭാഗക്കാരാണ്. സുന്നി വിഭാഗക്കാരെ ഇവർ സ്ഥിരമായിട്ട് ആക്രമിക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനിലും പ്രശ്നമുണ്ടായിരുന്നില്ല ഷിയ സുന്നി തമ്മിൽ. അതുപോലെ സൗദി അറേബ്യനെ സ്ഥിരമായിട്ട് ആക്രമിക്കാനായിട്ട് ഹൂത്തി തീവ്രവാദികൾ ഇവർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഇസ്രായേലിനെതിരായിട്ട് ഹമാസിനെയും ഹൂത്തിയെയും ഹിസ്ബുള്ളയും ഇവർ ഉപയോഗിച്ചിരുന്നു. 10-20 തീവ്രവാദ ഗ്രൂപ്പുകളെ ഇവര് പാലൂട്ടി വളർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊറുതിമുട്ടി ലോകം തന്നെ ഈ തീവ്രവാദം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. നമ്മൾ ഇന്ത്യയിലിരുന്ന് പറയുമ്പോൾ നമ്മൾ പറയും എല്ലാ തീവ്രവാദങ്ങളുടെയും പ്രഭവ കേന്ദ്രം പാകിസ്ഥാൻ ആണെന്നുള്ളത്. പക്ഷെ പാകിസ്ഥാനെ പോലെ തന്നെ അതിലും ശക്തമായ ഒരു തീവ്രവാദ നെറ്റ്വർക്കിനെ പോറ്റിക്കൊണ്ട് നടന്നിരുന്ന രാജ്യമാണ് ഇറാൻ. അപ്പൊ ഇറാനെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. വലിയ രാജ്യമാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ ഇവിടെ റെജീം ചേഞ്ച് കൊണ്ടുവന്നിട്ട് പഴയ ഷാഭരണം പോലെയുള്ള അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, അവർക്ക് ഇഷ്ടംപോലെ എണ്ണയുണ്ടല്ലോ, അവർക്ക് അവരുടെ പുരോഗതിയെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുക, UAE നോക്കുക, ബഹ്റൈൻ നോക്കുക, ഖത്തർ നോക്കുക. ഖത്തർ പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ വളരെ സമാധാനപരമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ 1% പോലും ഇടപെടാതെ ആ രാജ്യത്തെ റിസോഴ്സസിനെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, ആ രാജ്യത്തിലെ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ വളരെ സമാധാനമായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ UAE അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ പെട്ടു എന്നുള്ളത് വേറെ കഥയാണ്. അപ്പൊ ഇറാൻ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. 10 വർഷത്തിലധികം ഇറാഖും തമ്മിൽ യുദ്ധം ചെയ്തു. ഇവർ യുദ്ധക്കൊതിയിലാണ്. ഇവർക്ക് യാതൊരു കാരണവശാലും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു വർഗമാണോ എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ആരെങ്കിലും ഒക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, മറ്റുള്ളവരെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. അപ്പൊ അങ്ങനെ ഇസ്രായേലിനെ നിരന്തരം പീഡിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ ഒരു റെജീം ചേഞ്ച് എന്നുള്ള നിർബന്ധമായ കാര്യത്തിലേക്ക് പോയത്. ഇവിടെ നമ്മൾ നോക്കാം, ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ഇത് ആരംഭിച്ച സമയത്ത്, കഴിഞ്ഞ വർഷം ഇത് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ആ ലോഗോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സിംഹത്തിന്റെ, ആ വാളം പിടിച്ചു നിൽക്കുന്ന സിംഹത്തിന്റെ ലോഗോ ആണ് ഓപ്പറേഷൻ റൈസിംഗ് ലയണിന്റെ ലോഗോ ആയിട്ട് ഇവർ ഉപയോഗിച്ചത്. ആ ലോഗോ എന്താണ്? പഴയ കാലത്തെ ഷാഭരണ കാലത്തെ ഇറാനിന്റെ കൊടിയുടെ പുറത്തുള്ള ലോഗോ ആണ്.
അതേ ലൈനിൽ തന്നെ, അതായത് ഈ റൈസിംഗ് ലൈനിനെ വീണ്ടും പുനർജീവിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇറാനിലെ ഭരണം പിടിപ്പിച്ചെടുക്കുക. അപ്പൊ അത് വളരെ കൃത്യമായ റെജീം ചേഞ്ച് ആണെന്നുള്ള ആ ഒരു ലോഗോയിലൂടെ തന്നെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോകത്തിന്. ഇത് വളരെയധികം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇവര് നടപ്പിലാക്കിയ ഒരു ഇതാണ്. പക്ഷെ പിഴച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ അഭിപ്രായത്തിൽ ഇറാന് പിഴച്ചു എന്ന് പറയുന്നില്ല. ഒരു കാരണവശാലും ഇറാന് പിഴച്ചു നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനെ ഔട്ട്സ്മാർട്ട് ചെയ്തു. പിന്നെ മറ്റൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ തീർച്ചയായിട്ടും ഇടപെടാൻ പറ്റിയ സാഹചര്യത്തിലല്ല. റഷ്യക്ക് ഒരു കാരണവശാലും അമേരിക്കയെ പിണക്കാനായിട്ട് പറ്റില്ല. കാരണം യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് നല്ലൊരു ബാർഗൈൻ വേണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സപ്പോർട്ട് വേണം. റഷ്യക്ക് യുക്രൈന്റെ പരമാവധി സ്ഥലം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അതുകൂടാതെ ചൈന ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ സൈനികമായിട്ട് ഇടപെടില്ല. അവർ പുറകിൽ നിന്നുകൊണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാം, ആയുധപരമായിട്ട് സഹായിക്കാം എന്നല്ലാതെ ചൈന ഒരിക്കലും തങ്ങളുടെ സൈന്യത്തെ അയച്ചിട്ട് മറ്റൊരു രാജ്യത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ട് സ്വന്തം സൈനികരെ ബലി കഴിക്കുന്ന ഒരു രാജ്യം അല്ല. അതുകൊണ്ട് ഇവര് സപ്പോർട്ട് ചെയ്യുമെന്ന് ഇറാൻ ഒരു പക്ഷേ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറാന്റെ മണ്ടത്തരമായി എന്നുകൂടെ പറയേണ്ടി വരും. ശരി, ഒരു കാര്യം കൂടി, ഈ സൈനിക നീക്കം ഒരുപക്ഷെ ഒരു രാജ്യത്തിന് കൊടുക്കാവുന്ന ഏറ്റവും ശക്തമായ പ്രഹരം കൊടുത്തു കഴിഞ്ഞു. ഇനിയുള്ള നീക്കം എന്താവാനാണ് സാധ്യത? പിൻവാങ്ങുമോ അമേരിക്കയും ഇസ്രയേലും? അതല്ല അവിടെ ഒരു പുതിയ സർക്കാർ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടപെടലുകളുമായും പോകുമോ? അതല്ല ഇനിയും ഇത്തരം സൈനിക നീക്കം ഇറാൻ മേഖലകളിലേക്ക് ഉണ്ടാവാനാണോ സാധ്യത? വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്റെ ഉത്തരം ഇത് ഉടനെ തന്നെ അവസാനിക്കുന്ന ലക്ഷണമില്ല. കാരണം ഇറാൻ ഇപ്പോൾ ശക്തമായിട്ട് റിറ്റാലിയേറ്റ് ചെയ്യാണ്. ഖംനെയി നേരത്തെ തന്നെ ഖംനെയി മരിച്ചാൽ അടുത്തതാരായിരിക്കണം, അയാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്തതാരായിരിക്കണം, അത് വളരെ ശക്തമായ ഒരു ലെഗസി തന്നെ അവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സൈനിക മേധാവികൾ ആരൊക്കെ കൊല്ലപ്പെട്ടാൽ അടുത്ത ചാർജ് ആർക്കായിരിക്കണം, ആ ഒരു സംവിധാനം കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ ആളുകൾ ഓട്ടോമാറ്റിക്കലി നേതൃത്വത്തിലേക്ക് വരികയാണ്. അവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പൊ ഇവരെല്ലാം ഒരേ ചിന്താഗതി പുലർത്തുന്നവരാണ്. ഇവർക്കറിയാം ഇവിടെ റെജീം ചേഞ്ച് ആണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അവരെ പരമാവധി ചെറുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശവും. അതുകൊണ്ട് ഇറാൻ തിരിച്ചടി ശക്തമായിട്ട് തന്നെ ഉണ്ടാകും. അത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുടെ പുറത്തും ഉണ്ടാകും, ഇസ്രായേലിന്റെ പുറത്തുണ്ടാകും. അവരുടെ ഒരുപാട് മിസൈലുണ്ട്. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം വീക്കാണ്. പഴയ S-300 സിസ്റ്റംസ് മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ. അവരുടെ യുദ്ധവിമാനങ്ങൾ നല്ലതൊന്നുമില്ല. അമേരിക്കയുടെ പണ്ടത്തെ കാലത്തെ F-14 വിമാനങ്ങളും MiG-29 വിമാനങ്ങളേ ഉള്ളൂ. പക്ഷെ മിസൈൽ പവർ വളരെ ശക്തമാണ്. അതുപോലെ ഇറാന്റെ ആർമിയും വളരെയധികം ശക്തമാണ്. അവർ ഡെഡിക്കേറ്റഡ് ആണ്. അപ്പം ഇവിടെ ഒരു റെജീം ചേഞ്ച് നടത്തണമെന്നുണ്ടെങ്കിൽ ഫൂട്ട് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ആർമി ഗ്രൗണ്ടില് ഇറാനില് അതിന്റെ ഭൂമിയിൽ പ്രവേശിക്കണം, എന്നാലേ ഒരു റെജീം ചേഞ്ച് നടപ്പിലാക്കാൻ സാധ്യതയുള്ളൂ. അല്ലെ കുറെ ബോംബുകൾ ഇട്ട് കുറെ നാശമുണ്ടാക്കാമെന്നല്ലാതെ, അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ, ഇപ്പൊ ബംഗ്ലാദേശിലോ നേപ്പാളിലോ ഒക്കെ നമ്മൾ കണ്ടതുപോലെ, അല്ലെ ശ്രീലങ്കയിലോ കണ്ടതുപോലെ ലോക്കൽ പോപ്പുലേഷൻ ഇളകിയിട്ട് അവിടുത്തെ ഒരു റെജീം ചേഞ്ച് സാധ്യമാകണം. അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണലി ഇവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർമി തന്നെ വരേണ്ടി വരും. അപ്പൊ ഈ റെജീമിലുള്ള ഇതിന്റെ പിന്മുറക്കാരായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാവരെയും നശിപ്പിച്ച് ഷാ ഭരണകൂടത്തിനെയോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് സഖ്യമുള്ള മറ്റൊരു ഭരണകൂടത്തിനെ അവിടെ ഏൽപ്പിക്കുന്നത് ഫിസിക്കലി അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നാളുകളെടുക്കും. ഇത് ഉടനെയൊന്നും തീരുന്ന ലക്ഷണവും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ രഘുനാഥ്. എന്തായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ യുദ്ധം ഭീതി അത് മുന്നോട്ട് പോകുക തന്നെയാണ്. ആ പ്രതിസന്ധി തുടരും. അത് സംഭവിക്കുക 2 രാജ്യങ്ങളോ 3 രാജ്യങ്ങളെ മാത്രമല്ല, ലോകരാജ്യക്രമത്തെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. സാമ്പത്തിക ക്രമത്തിൽ മാറ്റമുണ്ടാവാം, നിത്യച്ചെലവുകൾ കൂടാം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില ഉയരാം. അങ്ങനെ ലോകക്രമത്തെ, സാമ്പത്തിക ക്രമത്തെ ആകെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ ഈ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ മാറുമെന്ന ആശങ്കയാണ്. തീരുന്നില്ല. മലയാളികളടക്കം കൂട്ടത്തോടെ താമസിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലും ആശങ്ക നിരവധിയുണ്ട്. നമുക്കത് വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.